ഇന്ന് നമുക്ക് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ഡിഷായ ഡോൺ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓവൻ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓവൻ ഇല്ലാത്തവർ ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡോണറ്റിനുള്ള ഡോ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് ആദ്യം ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇളം ചൂടുള്ള പാലാണ്. ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവട്ടെ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും. ഇപ്പൊ ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായി കുഴച്ചെടുക്കണം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇത് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബൗളിലോട്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇത് അരച്ചു വെച്ചിട്ട് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കണം. ഇത് നന്നായി ഡബിളായി പൊങ്ങി വരും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മാവ് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിനേക്കാളും ഡബിൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പൊ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 പോർഷനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു തിക്നെസ് എങ്കിലും വേണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പൊ ഇത് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. ഷേപ്പിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഡോണറ്റിന്റെ കറക്റ്റ് ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ട്രേയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കാം. ഇതിന്റെ മുകളിൽ ഒരു നനഞ്ഞ ടവൽ ഇട്ടിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വേണ്ട ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പൗഡർ ഷുഗർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിൽക്കി ബാർ ആണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ ഓവനിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു വൈറ്റ് ഗ്ലേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു 1/2 കപ്പ് പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ആഡ് ചെയ്യാം. ഇപ്പൊ ഇതൊരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് ആണ് വെക്കുന്നത്. ഒരു 12 മുതൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇതായി കിട്ടും. നിങ്ങളുടെ ഓവനിന് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്താൽ മതി. ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം.
അപ്പോൾ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡോണറ്റ് ഒക്കെ ബേക്ക് ആയിട്ടുണ്ട്. എനിക്കൊരു 12 മിനിറ്റ് ആണ് ഇത് ഓവനിൽ എടുത്തത്. ചൂട് പോയതിനു ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വൈറ്റ് ഗ്ലേസിലോട്ട് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്തതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 10 മുതൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.